ഞാനിപ്പം പട്ടം ഗേൾസ് HSSലാണുള്ളത്. ഇവിടെ ചാക്യാർകൂത്ത് ഇതിങ്ങനെ പുരോഗമിച്ച് വരികയാണ്. കുറച്ച് കുട്ടികളൊക്കെ ഇതിനോടൊക്കെ തന്നെ മത്സരിച്ച് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരാളങ്ങ് ഒരു 2 മിനിറ്റ് മുമ്പ് നമ്മൾ ഓണയർ കയറി വരുന്ന നമുക്ക് കാണാമായിരുന്നു. അപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട്. അപ്പം 735 HS നമ്പർ 735 ഇപ്പോൾ മത്സരിക്കുന്നത്. അങ്ങനെ കുറച്ച് കുട്ടികളൊക്കെ മത്സരിച്ച് പോയി. അങ്ങനെ ഒരു എന്താ പറയുക, ഒരുപാട് ആളൊന്നും ഇവിടെ ഈ വേദിയിൽ കാണാനില്ല. എങ്കിലും ഈ കലയെ ഇഷ്ടപ്പെടുന്ന, ചാക്യാർകൂത്തിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളൊക്കെ തന്നെ വേദിയിലുണ്ട് ഇത് കാണാനായിട്ട്. അങ്ങനെ ഇവിടെ ചാക്യാർകൂത്ത് പുരോഗമിക്കുകയാണ്. ഇനി സേഫ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു നർമ്മരസപ്രധാനമായ ഒരു എന്താ പറയുക, ഒരു കലയാണല്ലോ. അപ്പം ഈ വിദൂഷകനാണ് വരുന്നത്. വിദൂഷകൻ നമ്മളെ ഇവിടെയൊക്കെ നിന്ന് കറങ്ങിയാൽ ചിലപ്പോൾ വഴക്ക് പറഞ്ഞ് ഓടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോഴേ സേഫിനോട് പറഞ്ഞായിരുന്നു. എന്തായാലും വിദൂഷകൻ എന്നെ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിവിടെ മാറി നിന്നാണ് ലൈവ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ മത്സരമൊക്കെ പുരോഗമിക്കുകയാണ്. ഇതിപ്പം ഈ വേദിയിൽ മാത്രമാണ് ഇന്നിവിടെ ചാക്യാർകൂത്തുള്ളത്. നാളെയാണ് നങ്ങ്യാർകൂത്ത്. ഇന്ന് ഈ വേദിയിൽ നങ്ങ്യാർകൂത്ത് നടക്കുന്നില്ല. അപ്പം ചാക്യാർകൂത്തിലെ കുറച്ച് കുട്ടികൾ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മത്സരം ഇവിടെ ഇങ്ങനെ പുരോഗമിച്ച് വരികയാണ്. മറ്റ് ചില സ്കൂളുകളിലൊക്കെ തന്നെ പോയി. നമ്മളിപ്പം വുമൻസ് കോളേജിൽ പോയപ്പോൾ അവിടെ മോഹിനിയാട്ടം നടക്കുകയാണ്. അതുപോലെ ഭരതനാട്യവും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു. അവിടെ മന്ത്രി വീണ ജോർജ് വന്നിട്ടുണ്ടായിരുന്നു. വീണ ജോർജ് പഠിച്ച കോളേജാണ് നമ്മുടെ വഴുതക്കാട് വുമൻസ് കോളേജ്. അപ്പം അങ്ങനെ ചില ഓർമ്മകളൊക്കെ അവിടെ പങ്കുവയ്ക്കുകയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ നമ്മൾ പുതിയ കഥകൾ പറയുമ്പോൾ, ഈ പുതിയ കലാപ്രതിഭകളുടെ കഥ പറയുമ്പോഴേക്കും ഈ പഴയ ചില കലാപ്രതിഭകളുണ്ട്. അവർക്കും ഈ എന്താ പറയുക, അന്നത്തെ കാലത്തെ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ പങ്കുവയ്ക്കാനുണ്ട്. അപ്പം മന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ മന്ത്രിയുടെ 4 സുഹൃത്തുക്കളും ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ കഥകൾ പറഞ്ഞ് ഒക്കെ ഇങ്ങനെയൊക്കെ പോയി. അങ്ങനെ ഓരോ വേദിയിലും എന്താ പറയുക, ഇന്ന് 24 വേദിയിലാണ് മത്സരം നടക്കുന്നത്. 25 വേദികളാണ് ആകെ ഉള്ളത്. അതിൽ 24 ഇത് തകൃതിയായി തന്നെ മത്സരം ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പം നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ വേദികളിലും മത്സരമുണ്ട്. തലസ്ഥാനം ഫുൾ ഇങ്ങനെ കളറായി നിൽക്കുകയാണ്. ഓരോ വേദികളിലും ആ സ്വർണ്ണക്കപ്പിൽ, ഇന്നലെ ആഷിക്ക് നമ്മളെ കാണിച്ചു തന്നൊരു സ്വർണ്ണക്കപ്പുണ്ട്. ആ സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും എന്നറിയാൻ വേണ്ടിയുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് എല്ലാ വേദികളിലും നടക്കുന്നത്. അതിൻ്റെ വീറും വാശിയും ഒക്കെ എല്ലായിടത്തും നമുക്ക് കാണാനുണ്ട്.